ശരിക്കും കഴിഞ്ഞ 20 വർഷം കൊണ്ട് കേരളത്തിന് ലഭിച്ച ആകെ വരുമാനം എത്രയാണെന്ന് ഇത് കാണുന്നവർക്ക് അറിയുമോ? 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തെ മോദി ഭരണകാലത്തെ കണക്കും അതിനു മുൻപുള്ള 10 വർഷത്തെ കണക്കുമാണ് രേഖകൾ സഹിതം ഇവിടെ താരതമ്യം ചെയ്യുന്നത്. 2004 മുതൽ 2024 വരെ കഴിഞ്ഞ 20 വർഷം കേരളത്തിന് സ്വന്തം നികുതിയിതര വരുമാനമായും കേന്ദ്രം നൽകിയതും കേരളം കടം വാങ്ങിയതുമായുള്ള ആകെ തുക എന്നത് കേരളത്തിൻ്റെ ബജറ്റ് രേഖകൾ പ്രകാരം പറയുന്നത് ഏതാണ്ട് 17 ലക്ഷം കോടി രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 16,66,459 കോടി രൂപ. ഇതിനെ ഇനിയും രണ്ടായി പിരിക്കാം. മോദി ഭരണത്തിലെ 10 വർഷവും അതിനു മുൻപുള്ള 10 വർഷവും. അത് കൂടുതൽ രസകരമാണ്. 2004-2005 സാമ്പത്തിക വർഷം മുതൽ 2013-2014 സാമ്പത്തിക വർഷം വരെയുള്ള ബജറ്റ് രേഖകൾ പ്രകാരം കേരളത്തിൻ്റെ സ്വന്തം നികുതിയിതര വരുമാനം, കേന്ദ്ര സഹായം, പിന്നെ കടം വാങ്ങിയതും കൂടി ചേർത്ത് ആകെ ലഭിച്ചത് ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കണക്ക് നോക്കിയാൽ 2014-15 സാമ്പത്തിക വർഷം മുതൽ 2023-24 വരെയുള്ള ബജറ്റ് രേഖകൾ നോക്കിയാൽ കേരളത്തിൻ്റെ ആകെ വരുമാനം 13 ലക്ഷം കോടി രൂപയാണ്. അതായത് UPA കാലത്തെ 10 വർഷത്തിൻ്റെ 3.5 മടങ്ങ് അധിക വരുമാനമാണ് കേരളത്തിനുണ്ടായത്. ഇനി കൂടുതൽ വിശദമായ കണക്കുകൾ നോക്കിയാൽ UPA കാലത്തെ 10 വർഷത്തിൽ കേരളത്തിൻ്റെ സ്വന്തം നികുതി വരുമാനം 1,92,296 കോടി രൂപ. കേരളത്തിൻ്റെ സ്വന്തം നികുതി ഇതര വരുമാനം ഇതേ കാലയളവിൽ, അതായത് സിമ്പിളായി പറഞ്ഞാൽ കേരളം ലോട്ടറി വിറ്റ് നേടിയ വരുമാനത്തിൻ്റെ കണക്കാണിത്. അതായത് 2004-2005 മുതൽ 2013-14 വരെ ലോട്ടറി വിറ്റ് കേരളം നേടിയത് 21,941 കോടി രൂപ. ഇനി ഇതേ കാലയളവിലെ കേന്ദ്ര സഹായവും പദ്ധതി വിഹിതവും നോക്കാം. 2004-2005 മുതൽ 2013-2014 വരെ കേന്ദ്ര സഹായവും പദ്ധതി വിഹിതവുമായി കേരളത്തിൽ ലഭിച്ചത് 75,740 കോടി രൂപ. ഇനി ഇതേ 10 വർഷക്കാലം കേരളം കടം വാങ്ങിയത് 2004-2005 മുതൽ 2013-14 വരെ 81,255 കോടി രൂപ. ഇതാണ് മേലെ പറഞ്ഞ കേരളത്തിൻ്റെ മോദിക്ക് മുൻപുള്ള 10 വർഷത്തെ ആകെ വരുമാനം, അതായത് 4 ലക്ഷം കോടി രൂപ. ഇനി മോദി ഭരണകാലത്തെ കണക്ക് നോക്കാം. കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം 2014-15 35,233 കോടി രൂപ, 2015-16 38,996 കോടി രൂപ, 2016-17 44,548 കോടി രൂപ. GST നിലവിൽ വന്നതിന് ശേഷം 2017-18 46,460 കോടി, 50,644, 55,672 കോടി, 47,661 കോടി, 58,341 കോടി. പെട്രോൾ ഡീസൽ നികുതി, മദ്യം, ഭൂമിക്കരം, വൈദ്യുതി, വെള്ളം തുടങ്ങിയ എല്ലാം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ രണ്ടാം പിണറായി കാലം മുതൽ 2022-23 കേരളത്തിൻ്റെ സ്വന്തം നികുതി വരുമാനം 70,189 കോടി, 2023-2024 അത് 81,039 കോടി രൂപ. അങ്ങനെ മോദി കാലത്തെ 10 വർഷത്തിൽ കേരളത്തിൻ്റെ സ്വന്തം നികുതി വരുമാനം 5,28,783 കോടി രൂപ. ഇതിൽ കേന്ദ്രത്തിൻ്റെ GST വിഹിതവും ഉൾപ്പെടും. ഇതേ മോദി കാലയളവിൽ കേരളത്തിൻ്റെ നികുതി ഇതര വരുമാനം, അതായത് തോമസ് ഐസക്കിൻ്റെ സാമ്പത്തിക മാജിക്ക് കാണിക്കുന്ന ലോട്ടറി വരുമാനം 2014-15 7,284 കോടി രൂപയായിരുന്നെങ്കിൽ 2015-16 അത് 8,426 കോടി രൂപയായി. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ലോട്ടറി കച്ചവടം ആയിരുന്നു കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. 10,058 കോടി രൂപ, 11,200 കോടി രൂപ, 11,784 കോടി രൂപ, 13,244 കോടി രൂപ എന്നിങ്ങനെ എത്തി 2020 വരെ. 2020 കോവിഡ് കാലത്തെ പ്രതിസന്ധി മൂലം ലോട്ടറി വിൽപ്പനയിൽ ഇടിവുണ്ടായതുകൊണ്ട് അത് 7,328 കോടി രൂപയെ കുറഞ്ഞു. പിന്നീട് 21 മുതൽ 10,463 കോടി, 15,355 കോടി, ഒടുവിൽ 2023-24 നയിക്കുമ്പോൾ ലോട്ടറി വിൽപ്പനയുള്ള വരുമാനം കേരളത്തിൻ്റേത് 17,089 കോടി രൂപ. നികുതിയിതര വരുമാനമായി ഈ 10 വർഷം കേരളം നേടിയത് 1,12,231 കോടി രൂപ. അടുത്തതാണ് ഏറ്റവും പ്രധാനം. കേരളത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലുന്ന മോദി ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ച കേന്ദ്ര വരുമാനം കേരള ബജറ്റ് രേഖകൾ പ്രകാരം ഇപ്രകാരമാണ്. 2014-15 കാലത്ത് 15,435 കോടി രൂപ, 15-16 21,612, 26,016, 25,360, 30,428, 30,128, 42,629, 47,838 കോടി, 43,725 കോടി, 37,292 കോടി.
അതായത് UPA കാലത്തെ 10 വർഷത്തെ കേരളത്തിൻ്റെ ആകെ വരുമാനത്തിന് തുല്യമായ തുക മോദി ഭരണകാലത്ത് കേരളത്തിന് കേന്ദ്ര സഹായമായി മാത്രം ലഭിച്ചു. 3,20,463 കോടി രൂപയാണ് മോദി ഭരണകാലത്ത് കേരളത്തിന് കേന്ദ്ര സഹായമായി, കേന്ദ്ര പദ്ധതി വിഹിതമായി ലഭിച്ച തുക. അടുത്ത പരാതി, കടമെടുത്തു പോലും കേരളത്തെ ലോകത്തെ ഏറ്റവും മികച്ച സ്ഥലമാക്കാൻ മോദി സമ്മതിക്കുന്നില്ല. കേരളം ഇന്ത്യയേക്കാൾ വളർന്നു പോകുമോ എന്നുള്ള മോദിയുടെ ഭയമാണ് കടമെടുക്കാൻ പോലും കേരളത്തെ അനുവദിക്കാത്തത് എന്നൊക്കെയാണ് ഇടതുപക്ഷ ബുദ്ധിജീവി സിംഹങ്ങൾ പറയുന്നത്. ഇതേ ബജറ്റ് രേഖകൾ പ്രകാരം വെച്ചുള്ള യാഥാർത്ഥ്യം നോക്കാം. കേരളത്തിൻ്റെ കടം 2014-15 മുതൽ ഇപ്രകാരമാണ്. 18,720 കോടി രൂപയായിരുന്നു 2014-15 കേരളം കടം വാങ്ങിയതെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് 17,966 കോടി, 23,366 കോടി, 54,420 കോടി, 27,242 കോടി, 26,300 കോടി, 41,172 കോടി, 46,498 കോടി, 37,431 കോടി, 40,635 കോടി. 2014-15 മുതൽ 2023-24 വരെ മോദി ഭരണകാലത്തെ 10 വർഷം കേരളം കടം വാങ്ങിയത് 3,33,750 കോടി രൂപ. ആകെ മോദി കാലത്തെ 10 വർഷത്തിൻ്റെ കേരളത്തിൻ്റെ വരുമാനം 13 ലക്ഷം കോടി രൂപയാണ്. ചെലവാക്കിയതായി കേരളം ബജറ്റിൽ പറയുന്നത് 13,25,000 കോടി രൂപയും. അതായത് സിമ്പിളായി പറഞ്ഞാൽ പിണറായി ഭരിക്കുന്ന കാലത്ത് 3.5 കോടി മലയാളികളിൽ ഓരോ മലയാളിക്കും വേണ്ടി 4 ലക്ഷം രൂപ വീതം ചെലവഴിച്ചു എന്നാണ് കേരളത്തിൻ്റെ ബജറ്റ് രേഖകൾ പറയുന്നത്. കേന്ദ്രം നേരിട്ട് ചെലവഴിക്കുന്ന ദേശീയപാതാ വികസനം, സൈനിക മേഖല, തുറമുഖം, വിമാനത്താവളം, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ, മറ്റ് കേന്ദ്ര ഉടമസ്ഥതയിലുള്ള സംവിധാനങ്ങൾക്ക് കേന്ദ്രം ചെലവഴിച്ചത് ഇതിൽ കണക്ക് കൂട്ടിയിട്ടില്ല എന്നുകൂടി ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, കോവിഡ് കാലത്തെ സാമ്പത്തിക സഹായം, പ്രളയം, ഓഖി, സുനാമി തുടങ്ങിയ ദുരന്ത സഹായ പാക്കേജുകൾ, ആദിവാസി, കുട്ടനാട് പാക്കേജ് തുടങ്ങിയുള്ള പ്രത്യേക പാക്കേജുകൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന കോടികൾ ഒന്നും തന്നെ ഈ കണക്കിൽ വരുന്നതല്ല. ആദിവാസി പാക്കേജ് മാത്രമായി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ചത് 28,371 കോടി രൂപയാണ്. കുട്ടനാട് പാക്കേജായി 2,140 കോടി രൂപ. സുനാമി കേന്ദ്ര സഹായം 1,481 കോടി. ഓഖി കേന്ദ്ര സഹായം 133 കോടി. 2018 പ്രളയത്തിൽ കേന്ദ്രം സഹായിച്ചത് 4,208 കോടി രൂപ. 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വിവിധ സംസ്ഥാനങ്ങളും വ്യക്തികളും സംഭാവന നൽകിയത് 6,000 കോടി രൂപ. 2020 കൊറോണ ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്രം നൽകിയത് 2,500 കോടി രൂപ. 2006 മുതൽ 2022 വരെ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രം സഹായമായി നൽകിയത് 21,156 കോടി രൂപ. എല്ലാ സംസ്ഥാനങ്ങളും കടം വാങ്ങുന്നില്ലേ എന്നാവും അടുത്ത ചോദ്യം. എല്ലാ സംസ്ഥാനങ്ങളും കടം വാങ്ങുന്നതും കേന്ദ്ര സഹായം സ്വീകരിക്കുന്നതും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ജീവിതസാഹചര്യങ്ങൾ ഉണ്ടാക്കാനും ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും വരും തലമുറയ്ക്ക് കൂടുതൽ തൊഴിലവസരമുണ്ടാക്കാനും സർവോപരി നാടിന് ഉയർച്ചയും വളർച്ചയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കേരളം ഈ 10 വർഷം കൊണ്ട് ലഭിച്ച 13 ലക്ഷം കോടി രൂപ മന്ത്രിമാർക്കും പാർട്ടിക്കാർക്കും സ്വജനപക്ഷപാതം നടത്താൻ വകമാറ്റി ചെലവഴിച്ചു എന്ന യാഥാർത്ഥ്യമാണ് യുവജനങ്ങൾ മനസ്സിലാക്കി ചോദ്യം ചെയ്യേണ്ടത്. ഈ വരുമാനത്തിൻ്റെ 80% മന്ത്രിമാർക്കും അവരുടെ ചിങ്കിടികൾക്കും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വാങ്ങിയ കടത്തിൻ്റെ പലിശ അടയ്ക്കാനും മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. മാറി മാറി ഭരിച്ച സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയും സ്വജനപക്ഷപാതവും അഴിമതിയും കഴിവുകേടും കാര്യക്ഷമതയില്ലായ്മയുമാണ് കേരളത്തെ സാമ്പത്തികമായി ഇന്ന് ഈ കാണുന്ന രീതിയിൽ തകർത്തത്. അതിന് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളെങ്ങോട്ടാണ് എന്ന വല്ല ബോധവും കേരളത്തിലെ യുവാക്കൾക്കുണ്ടോ? അതിന് ചിന്തിക്കാൻ പോലും ബോധമുണ്ടാകാതിരിക്കാൻ മദ്യവും കഞ്ചാവും സർക്കാർ തന്നെ വിൽക്കുകയാണല്ലോ.